Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇനി തൊട്ടെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് +2 നല്ല രീതിക്ക് ജയിക്കാനായിട്ട് സാധിക്കില്ല. അതിനായി ഒരു അടിപൊളി ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ സേ ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഒക്കെ ഓൺഗോയിങ് ആണെന്ന്. അതുപോലെ തന്നെ നമ്മളുടെ +2 ബാച്ചസിൻ്റെയും അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലോസ് ആവാൻ ജസ്റ്റ് 4 ഡേയ്സ് മാത്രമാണ് ഇനിയുള്ളത്. സോ ഇതെന്ന് പറയുന്നത് ഒരു റിമൈൻഡർ വീഡിയോ കൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് +2 ബാച്ച് എന്ന് നോക്കാം കേട്ടോ. ഒട്ടും ബേസ് അറിയില്ല, പക്ഷെ എനിക്ക് +1 കയ്യിൽ നിന്ന് പോയി. സോ എങ്ങനെയെങ്കിലും +2 നന്നായി പഠിച്ച് പാസ്സാവണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ +2 ട്യൂഷൻ ബാച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ട്യൂഷനിൽ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് സിമ്പിൾ, ഫ്രണ്ട്ലി ആൻഡ് എക്സാം ഫോക്കസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും കേട്ടോ. അതായത് എല്ലാം നിങ്ങളെ തന്നിട്ട് പഠിക്കുന്നല്ല പറയുന്നത്, അതിന് പകരം എക്സാം ഫോക്കസ് ചെയ്ത് മാത്രമായിരിക്കും നമ്മൾ ഓരോ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റാണ്. എല്ലാ കൺസെപ്റ്റും വളരെ ഈസിയായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലായിരിക്കും നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ എക്സാം ഓറിയൻറ്റഡ് ടീച്ചിങ് ആണ്. അതായത് എക്സാം ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കാര്യം മറന്നു പോരുത്. നമ്മൾ പബ്ലിക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിരിക്കും ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എടുക്കില്ലേ, അല്ലെങ്കിൽ എല്ലാ ലെസൺസും കവർ ആവില്ലേ എന്ന് ചോദിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. എല്ലാ ലെസൺസും കവർ ആവും, എങ്കിലും നമ്മൾ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ മാർക്ക്, അതായത് ഇപ്പോൾ +1 നിങ്ങൾക്ക് 40 ആണെന്നുണ്ടെങ്കിൽ +2 അത് 70ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കൺസെപ്റ്റും വളരെ ഈസി ആയിട്ടും ബെറ്റർ ആയിട്ടും അണ്ടർസ്റ്റാൻഡിങ് ആവുന്ന തരത്തിലാണ് നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എടുക്കാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ്. ഈ 6 സബ്ജക്റ്റിലും ഒട്ടും ബേസ് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും വെറീഡ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. ബിക്കോസ് നമ്മൾ ബേസ് തൊട്ട് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് വൃത്തിക്ക് പഠിപ്പിച്ചു തരുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ +2 ബാച്ചിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ വരുന്നൊരു ഡൗട്ടായിരിക്കും ക്ലാസ്സസ് എങ്ങനെയായിരിക്കും എടുക്കുന്നത് എന്നുള്ളത്. ക്ലാസ് എടുക്കുന്നത് ഗൂഗിൾ മീറ്റിലാണ്. ഡെയിലി 1 hour ആണ് നമ്മുടെ ക്ലാസ് ടൈമായിട്ട് വരുന്നത്. സൺഡേ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലീവ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് വെറീഡ് ആവേണ്ട കാര്യമില്ല. ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സാറ്റർഡേ സ്പെഷ്യലി ക്ലാസ് എടുത്ത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. നമ്മളിനി ഓരോ സബ്ജക്റ്റായി എടുത്ത് പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസിയിൽ നമ്മളെല്ലാമല്ല പഠിപ്പിക്കുന്നത്, പകരം എക്സാംസിന് എന്തൊക്കെയാണോ ആവശ്യം അത് മാത്രം ഫോക്കസ് ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും തിയറീസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നിങ്ങളെ പഠിപ്പിക്കുക. ലെസൺ വൈസ് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ആ ടെക്സ്റ്റിൽ തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നും കൂടെ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ +1 പോലെ തന്നെ സിമ്പിൾ ആയിരിക്കണം എന്നില്ല. സോ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ചില ചോദിക്കാൻ ചാൻസുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ്, കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തിയറീസും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമിന് വരിക, അതുപോലെ ഓരോ ലെസണിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ആണ് എക്കണോമിക്സ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. +1 എക്കണോമിക്സ് പോലെ ഈസി അല്ല നമ്മുടെ +2 എക്കണോമിക്സ്. ഇതിൽ 2 സെക്ഷൻസ് ആണ് വരുന്നത്, മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്ന സെക്ഷൻ. സോ മൈക്രോയിൽ എന്തൊക്കെയാണ് വരുന്നത്, മാക്രോയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഇതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്സ്, ഫോർമുലാസ്, ഇങ്ങനെ സെപ്പറേറ്റ് PDF-ലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ആണ് മലയാളം, ഇംഗ്ലീഷും അല്ലേ. ഇത് ലാംഗ്വേജസ് ആണ്. എല്ലാ ലെസൻ്റെയും തിയറി, അതായത് എന്താണ് ആ ലെസൺ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സമ്മറി എന്ന് നമ്മൾ ഡീറ്റെയിലി പറഞ്ഞു തരുന്നതായിരിക്കും.
അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ എക്സാംസും അറ്റൻഡ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരും. സോ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ബാക്കി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണല്ലേ എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നുള്ളവർ. അവർക്ക് വേണ്ടി സ്പെഷ്യൽ കോച്ചിങ് അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും വെറീഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഇനിയെങ്കിലും നിങ്ങൾ നന്നായി പഠിച്ച് ഹാർഡ് വർക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് +2 നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായി ലഭിക്കാനായിട്ട് ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.